ഒരിടത്ത് പാഹോൻ എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. പാഹോൻ വലിയ ധനികനായിരുന്നു. ഒരുപാട് ആടുമാടുകളും ദാസിമാരും വസ്തുവകകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം താമസിക്കുന്ന ഗ്രാമത്തിൻ്റെ തലവൻ ഒരു പ്രഖ്യാപനം നടത്തി. ഗ്രാമത്തലവൻ്റെ കുറച്ചു നിലം വിൽക്കാൻ തീരുമാനിച്ചുവെന്ന്. പക്ഷേ പണം നൽകിയാൽ ആ നിലം നേടാൻ കഴിയില്ല. നിലം വാങ്ങാൻ വരുന്നയാൾ എത്ര ദൂരം ഓടുന്നുവോ അത്ര ദൂരം അയാൾക്ക് ആ നിലം സ്വന്തമാക്കാം. നിലം സ്വന്തമാക്കാൻ വരുന്നവർ സൂര്യൻ ഉദിക്കുന്ന മുതൽ അസ്തമിക്കുന്ന വരെ മാത്രമേ ഓടാൻ പാടുള്ളൂ. ഈ പ്രഖ്യാപനം കേട്ട പാഹോൻ നിലം നേടണമെന്ന ആഗ്രഹമുണ്ടായി. പിറ്റേ ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ പാഹോൻ ഗ്രാമത്തലവൻ്റെ അടുത്തെത്തി. ഗ്രാമത്തലവൻ ഓടാനുള്ള നിലം കാണിച്ചു കൊടുത്തു. സൂര്യൻ ഉദിച്ച അപ്പോൾ തന്നെ പാഹോൻ ഓടാൻ തുടങ്ങി. ഓടി ഓടി ക്ഷീണിതനായെങ്കിലും അത്യാഗ്രഹിയായ പാഹോൻ ഓട്ടം നിർത്താൻ തയ്യാറായില്ല. ഓടിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ സൂര്യൻ അസ്തമിച്ചു. പാഹോൻ ഓട്ടം നിർത്തി. ഗ്രാമത്തലവൻ അയാൾ ഓടി നേടിയ അത്രയും സ്ഥലം അളന്ന് അതിൻ്റെ പ്രമാണവും ഒരു കിഴി സ്വർണ്ണ നാണയവുമായി പാഹോൻ്റെ അടുത്തെത്തി. പക്ഷെ ഇത്രയധികം ഓടിയ പാഹോൻ ആ നിലത്ത് വീണ് മരിച്ചിരുന്നു. ഗ്രാമത്തലവൻ പാഹോനെ കുഴിച്ചിടാൻ കൽപ്പിച്ചു. ഏക്കർ കണക്കിന് നിലം ഓടി നേടിയ പാഹോന് അവസാനം വേണ്ടി വന്നത് 6 അടി മണ്ണ് മാത്രം. നമുക്ക് ഈ കഥയിൽ നിന്ന് 2 പാഠങ്ങൾ ഉൾക്കൊള്ളാം. 1, അത്യാഗ്രഹം പാടില്ല. 2, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ടും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യം.